ഹായ് ഫ്രണ്ട്സ്, ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസം 8 1963 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീമാൻ പി.ടി. ചാക്കോയുടെ കാറ് തൃശൂർ ലൂർദ് പള്ളിക്ക് സമീപം ഒരു ഉന്തുവണ്ടിയിൽ ഇടിച്ചു. വണ്ടിക്കാരൻ വേലായുധം തെറിച്ചു വീണു. പക്ഷേ മന്ത്രിയുടെ കാർ നിർത്താതെ പോയി. ആൾക്കാർ ഓടിക്കൂടി വേലായുധനെ ആസ്പത്രിയിലാക്കി. അവർ ചർച്ച ചെയ്തത് മന്ത്രിയോടൊപ്പം ആരായിരുന്നു എന്നുള്ളതാണ്. മന്ത്രി സ്വയം കാർ ഓടിച്ചു പോകുന്നു. അതേ കാറിന്റെ മുൻസീറ്റിൽ മറ്റൊരു സ്ത്രീ, പച്ച സാരി ഉടുത്ത് പൊട്ടുതൊട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യയല്ല. മന്ത്രി അടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു. തിരിച്ചു പോകും വഴി ആസ്പത്രി കയറി അയാളെ സന്ദർശിക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസത്തെ പത്രങ്ങൾ, പ്രത്യേകിച്ചും അന്നത്തെ CPI പത്രമായിരുന്ന തൊഴിലാളി, വെണ്ടയ്ക്കാ നിറത്തിൽ അച്ചടിച്ചു ആഭ്യന്തരമന്ത്രിയുടെ അഭീത കഥകൾ. വിവാദമായി മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അവിടെ തീർന്നില്ല, അതിന്റെ പേരിൽ മന്ത്രിസഭ താഴെ വീണു. ഏതാണെങ്കിലും ശ്രീ പി.ടി. ചാക്കോയ്ക്ക് അതോടെ രാഷ്ട്രീയ വനവാസമായിരുന്നു. 49ാമത്തെ വയസ്സിൽ ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് മരണശേഷം ശ്രീ പി.ടി. ചാക്കോയുടെ അനുഭാവികളായ 15ഓളം MLA-മാർ ഒത്തുചേർന്ന് ഉണ്ടാക്കിയതാണ് കേരള കോൺഗ്രസ്. അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിലെ എല്ലാ ഗവൺമെന്റുകളിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള കിങ് മേക്കർ എന്ന് വേണമെങ്കിൽ പറയാം ഈ പാർട്ടി. ഞാൻ പറഞ്ഞു വന്നത് കേരള കോൺഗ്രസ് ചരിത്രം പറയാനല്ല. ആഭ്യന്തര മന്ത്രിയോടൊപ്പം ഒരു സ്ത്രീയെ കണ്ടു, അത്രേ ഉള്ളൂ. അത് അന്ന് എത്രമാത്രം വലുതായിരുന്നു. കാലം മാറി, കഥ മാറി. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയ നേതാക്കന്മാർ, ആ മന്ത്രിമാര്, MLA-മാരൊക്കെ പാലിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം, ബാധ്യത ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു സ്ത്രീയെ ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിച്ചിട്ട് ഹൂ കേഴ്സ് എന്ന് പറയുന്ന MLA ഇപ്പോൾ ഒളിവിലാണ്. ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുമോ കൊള്ളുമോ എന്നുള്ളതാണ് കേരളം ആകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ജാമ്യാപേക്ഷ തള്ളിയാൽ അയാൾ രഹസ്യമായി കീഴടങ്ങും. ജാമ്യം നൽകിയാലോ മീശ വിരിച്ചുകൊണ്ട് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് വീണ്ടും രംഗപ്രവേശം ചെയ്യും. എന്തും സംഭവിക്കാം നാളെ ഒരു ദിവസം. ഏതായാലും അറസ്റ്റിന് തടസ്സമൊന്നുമില്ല. പക്ഷെ എങ്ങനെ അറസ്റ്റ് ചെയ്യാനാ? ഉന്നതന്മാരുടെ സഹായമുണ്ട്. ഇപ്പോൾ ഒളിവില്ല. ജാമ്യാപേക്ഷ വിധി വരുന്നവരെ പിടിക്കപ്പെടുകയില്ല, ഒരു സംശയവും വേണ്ട. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് ഇത്രയേറെ തെളിവ് ഉണ്ടായിരുന്നിട്ടും ശക്തമായ നടപടി സ്വീകരിക്കാതെ എന്നുള്ളതാണ്. ഈ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമുണ്ടോ? പുറത്താക്കി കൈ കഴുകുക, അത്രേ ഉള്ളൂ ചെയ്യാനുള്ളൂ. പക്ഷെ അത് ചെയ്യാൻ എന്തേ മടിക്കുന്നു? തൂങ്ങുന്നവനെ ചുവന്നവനെ നാറുമെന്ന് പറയുന്ന പോലെ അതിനിടയ്ക്ക് വിട്ടുവേഷം കെട്ടാൻ രാഹുൽ ഈശ്വരും അത് ഇപ്പോഴും അകത്താ, പോലീസ് കസ്റ്റഡിയിൽ. ഉറപ്പിച്ച് പറയാം, ഞാൻ വീണ്ടും വീഡിയോ ഉണ്ടാക്കുമെന്ന്. ശരിയാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ മാങ്കുടത്തെ പറ്റിയുള്ള ജനധാരണ, ജനവിശ്വാസം എന്ന് പറയുന്നത് അയാൾ എല്ലാ വിധത്തിലും ആഭാസനാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാളെ പിന്തുണച്ചാൽ ഉള്ള പേരും കൂടെ പോവുകയല്ല ഉള്ളോ. ഏതാണെങ്കിലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. കോടതി ജാമ്യം നിഷേധിക്കുമോ, ജാമ്യം നൽകുമോ? കാത്തിരുന്ന് കാണാം. ഏതാനും മണിക്കൂറുകൾ മാത്രം. താങ്ക് യു.